ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ പ്രമുഖ കമ്പനിയായ വെസ്റ്റീജിലെ ഒരു ലീഡർ ബിജയ് കുമാർ മിശ്ര. അദ്ദേഹം തന്റെ 20 വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ. ശരിയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു ഭയങ്കര മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. അതെ, പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആ പ്രചോദനത്തിനപ്പുറം അതിന് പിന്നിലെ ബിസിനസ് മോഡൽ, അതിന്റെ ഒരു സ്ട്രക്ചർ, അതെങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നത് എന്നൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനാണ്. തീർച്ചയായും. കാരണം ഇത്തരം വിജയകഥകൾ കേൾക്കുമ്പോൾ ഒരു ആവേശം തോന്നും. പക്ഷെ നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ വിജയത്തിലേക്ക് നയിച്ച വഴികൾ എന്തൊക്കെയായിരുന്നു എന്ന കണ്ടെത്തലാണ്. അതെ, ഒരു അവസരം എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കുന്നത്. അതെ, അതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതിലേക്ക് കടക്കാം. അപ്പോ നമ്മുടെ ഇവിടെ അന്വേഷണം ഇതാണ്: ബിജയ് കുമാർ മിശ്രയുടെ ഈ അനുഭവത്തിലൂടെ ഒരു ഡയറക്ട് സെല്ലിംഗ് അവസരത്തിന്റെ സാധ്യതകളെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ശരിയായ തീരുമാനം, അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ തുടക്കം തന്നെ ഒരു സിനിമ പോലെയാണ്. ഒരൊറ്റ മീറ്റിംഗ്. അതെ, അതാണ് അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. വെസ്റ്റീജ് എന്ന കമ്പനി ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ സ്ഥാപകരിൽ ഒരാളായ മിസ്റ്റർ ബാലിയുമായി ബിജയ് കുമാർ മിശ്ര നടത്തിയൊരു കൂടിക്കാഴ്ച. ആ ഒരു ഒറ്റ കൂടിക്കാഴ്ചയിൽ വെച്ച് അദ്ദേഹം ഒരു ജീവിതം മാറ്റിമറിക്കുന്ന തീരുമാനമെടുത്തു എന്ന് പറയുന്നു. ശരിയാണ്. എനിക്കിവിടെ ഒരു സംശയം തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ 100 ചോദ്യങ്ങളും സംശയങ്ങളുമായിരിക്കും മനസ്സിൽ വരുന്നത്, അല്ലേ? സ്വാഭാവികമാണ്. പക്ഷെ എങ്ങനെയാണ് ഒരാൾക്കൊരൊറ്റ മീറ്റിംഗിൽ വെച്ച് താൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇതാണെന്ന് 100% ഉറപ്പിക്കാൻ കഴിയുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മിശ്രയുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ. അദ്ദേഹം പറയുന്നുണ്ട് താൻ ഒരു അവസരത്തിനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ അദ്ദേഹം അതിന് റെഡി ആയിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു പുതിയ ആശയത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനം, അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്ലാനിന്റെ വ്യക്തത, അതിന്റെ ഒരു സിംപ്ലിസിറ്റി. അതെ, പലപ്പോഴും ആളുകൾ ഒരു ബിസിനസ് ആശയത്തോട് സംശയം കാണിക്കുന്നത് അതിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. ശരിയാണ്. ഇതെങ്ങനെ നടക്കും, എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും, ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം കിട്ടാതാവുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ആ പ്ലാൻ വളരെ ലളിതവും ആർക്കും പിന്തുടരാൻ എളുപ്പമുള്ളതുമായ ഒന്നായിരുന്നു എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. എന്റെ എല്ലാ അന്വേഷണങ്ങൾക്കും അവിടെ പൂർണ്ണവിരാമമായി എന്ന അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചു. അതിന്റെ അർത്ഥമെന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആ പ്ലാനിൽ ഉത്തരമുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ താൻ എന്തു ചെയ്യണം, എന്ത് ഫലം കിട്ടും എന്നൊരു ക്ലിയർ പിക്ചർ അദ്ദേഹത്തിന് കിട്ടി. ഓക്കേ. ഉൽപ്പന്നങ്ങൾ, വരുമാന സാധ്യത, ഓരോ സ്റ്റെപ്പിലും എങ്ങനെ വളരാം, ഇതെല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ പാക്കേജ്. അപ്പൊ പിന്നെ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ശരിയാണ്. ആ ഒരു ക്ലാരിറ്റി നൽകുന്ന കോൺഫിഡൻസ് വലുതാണ്. അതെ, ആ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചെറിയൊരു വരുമാനത്തിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ അതിന്റെ പിന്നിൽ പ്രയത്നമുണ്ട്. തീർച്ചയായും. പക്ഷേ ആ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ കിട്ടിയ ആത്മവിശ്വാസമില്ലേ, അതാണ് പിന്നീടുള്ള യാത്രയ്ക്കുള്ള ഒരു അടിത്തറ, ഒരു റോഡ് മാപ്പ് കയ്യിലുള്ളതുപോലെ. ശരിയാണ്. അപ്പം വരുമാനത്തിനപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ പേഴ്സണൽ ആവുന്നത്. സ്വന്തമായി ഒരു കാർ വാങ്ങുക എന്നത് നമ്മുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. അതെ, എല്ലാവരുടെയും. പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ പോലും സ്വപ്നം കാണാതിരുന്ന താൻ ആദ്യമായി വാങ്ങുന്നത് ഒരു പുത്തൻ കാറാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതിന് സഹായിച്ച കാർ ഫണ്ട് എന്നൊരു സിസ്റ്റത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ഈ കാർ ഫണ്ട്? ഇതൊരു ലോൺ വല്ലതുമാണോ? നല്ല ചോദ്യമാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസെന്റീവ് രീതിയാണത്. കാർ ഫണ്ട് ഒരു ലോണല്ല. അല്ല, കമ്പനി വെറുതെ കൊടുക്കുന്ന പണവുമല്ല. പിന്നെന്താണ്? മറിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ ടീമിന്റെയും ബിസിനസ് ഒരു നിശ്ചിത ലെവലിൽ എത്തുമ്പോൾ കാറ് വാങ്ങാനായിട്ട് കമ്പനി നിങ്ങളുടെ വരുമാനത്തിന് പുറമെ തരുന്ന ഒരു പ്രത്യേക ബോണസാണ്. ഓഹോ, അപ്പൊ ഇതൊരു റിവാർഡാണ്. എക്സാക്ട്ലി. നിങ്ങൾ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്നൊരു റിവാർഡ്. ഇത് സാധാരണ ബോണസിൽ നിന്ന് വ്യത്യസ്തമാണ്. അതെങ്ങനെ? കാരണം ഈ പണം ഒരു പ്രത്യേക സ്വപ്നം, അതായത് കാർ വാങ്ങാനെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതൊരു മോട്ടിവേഷൻ ടൂൾ കൂടിയാണ്. വെറുതെ പണം തരുന്നതിന് പകരം ഒരു ലക്ഷ്യം നേടാൻ സഹായിക്കുന്നു. അതെ,
ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്. നിങ്ങൾ ഇത്രയും ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ കാർ എന്ന സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് കിട്ടുന്നൊരു എനർജിയില്ലേ? ശരിയാണ്, അതൊരു വലിയ പ്രചോദനമാണ്. വിജയ് മിശ്രയുടെ കാര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഒരുപാട് കൂട്ടിയിട്ടുണ്ടാകും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയൊരു കാര്യം കൺമുന്നിൽ നടക്കുമ്പോൾ. ശരിയാണ്. മറ്റൊരു സ്വപ്നത്തിന്റെ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതെനിക്ക് വളരെ രസകരമായി തോന്നി. ആ യാത്രയുടെ കാര്യം. അതെ, ചെറുപ്പത്തിൽ തമാശയ്ക്ക് ആഗ്രഹിച്ചൊരു കാര്യം. രാവിലെ കാൺപൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഡൽഹിയിൽ നിന്ന് ലഞ്ച്, രാത്രി മുംബൈയിൽ നിന്ന് ഡിന്നർ. ഒരു സാധാരണക്കാരന്റെ ഭാവനയിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്. പക്ഷേ വെസ്റ്റീജിലൂടെ വിദേശയാത്ര പോയപ്പോൾ നടന്നത് അതിലും വലിയ കാര്യമാണ്. രാവിലെ ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രാതൽ, ഉച്ചയ്ക്ക് ബെൽജിയത്തിൽ നിന്ന് ലഞ്ച്, രാത്രി ഫ്രാൻസിൽ നിന്ന് ഡിന്നർ. 3 നഗരങ്ങൾക്ക് പകരം 3 രാജ്യങ്ങൾ. അതെ, ഇത് കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷേ ഇത്തരം യാത്രകൾ കമ്പനിയുടെ റിവാർഡ് പ്രോഗ്രാമുകളല്ലേ? തീർച്ചയായും. ഇതും കാർ ഫണ്ട് പോലെ തന്നെയുള്ള ഒന്നാണ്. ടാർഗറ്റുകൾ പൂർത്തിയാക്കുന്ന ലീഡർമാർക്ക് കമ്പനി സ്പോൺസർ ചെയ്യുന്ന യാത്രകൾ. ഓക്കെ. പക്ഷെ ഇതിന്റെ പ്രാധാന്യം വെറുമൊരു യാത്ര എന്നതിലല്ല. ഒന്ന്, ഇത് സാമ്പത്തിക നേട്ടത്തിനപ്പുറമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റാണ് കാണിക്കുന്നത്. ശരിയാണ്. സാധാരണഗതിയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. 2, ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ടീമിനൊപ്പമാണ് യാത്രകൾ. അത് അവർക്കിടയിലുള്ള ബന്ധം കൂട്ടും, പുതിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഊർജം കൊടുക്കും. മിശ്രയെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം കിട്ടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറി. 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ താൻ തുടങ്ങിയപ്പോ ചിന്തിച്ചതിലും എത്രയോ മുകളിലാണ് താൻ എത്തിയതെന്ന് മിശ്ര പറയുന്നു. അതെ, ഇതിന്റെ എല്ലാം കാരണം മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണവും തയ്യാറെടുപ്പുകളുമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്ന 2 ആശയങ്ങളുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം, പിന്നെ സമയത്തിന്റെ സ്വാതന്ത്ര്യം, ടൈം ഫ്രീഡം. അതെ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഇത് കേൾക്കാൻ നല്ല ഭംഗിയുള്ള വാക്കുകളാണ്. പക്ഷേ ഈ ബിസിനസ് മോഡലില് ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലാകുന്നത്? സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുമ്പോൾ സമയത്തിന്റെ സ്വാതന്ത്ര്യം സ്വാഭാവികമായി കിട്ടും എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? ഈ ചോദ്യം ഈ ബിസിനസ് മോഡലിന്റെ കാതലിലേക്കാണ് പോകുന്നത്. ഇവിടെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കലല്ല. ഓക്കെ. മറിച്ച് വരുമാനത്തിനായി നിങ്ങളുടെ മുഴുവൻ സമയവും നേരിട്ട് കൊടുക്കേണ്ടി വരാത്തൊരവസ്ഥ. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് നിങ്ങളുടെ വരുമാനം 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ നേരിട്ട് ചെയ്യുന്ന വിൽപ്പനയിൽ നിന്ന്. ശരി. 2, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ടീമിന്റെ മൊത്തം വിൽപ്പനയുടെ ഒരു വിഹിതം. ഇതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം. അപ്പോ ഞാൻ നേരിട്ട് ജോലി ചെയ്യാത്തപ്പോഴും എന്റെ ടീം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വരുമാനം കിട്ടും, അല്ലേ? അതെ. നിങ്ങൾ ശക്തവും സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ളതുമായൊരു ടീമിനെ ഉണ്ടാക്കിയെടുത്താൽ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥിരമായി ഒരു വരുമാനം വരും. ഇതൊരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാ കാര്യത്തിനും നിങ്ങൾ തന്നെ ഓടി നടക്കേണ്ട അവസ്ഥ മാറും. ഓക്കെ. അപ്പോഴാണ് സമയത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. എക്സാക്ട്ലി. നിങ്ങളുടെ സമയം എവിടെ, എങ്ങനെ ചെലവഴിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാം, യാത്രകൾ പോകാം. പക്ഷെ വരുമാനം നിലയ്ക്കുന്നില്ല. ഇല്ല. വരുമാനം വരുന്നുണ്ട്, പക്ഷേ അത് നേടാൻ നിങ്ങൾ 24 മണിക്കൂറും ആക്റ്റീവ് ആകണമെന്നില്ല. ഇതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ലീഡ്സ് ടു ടൈം ഫ്രീഡം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ വിജയത്തിന്റെ എല്ലാം അടിസ്ഥാനമായി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആരോഗ്യവും സമ്പത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നത്. വെസ്റ്റീജിന്റെ ഹെൽത്ത് കെയർ സപ്ലിമെന്റുകൾ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നും ആരോഗ്യത്തിലൂടെ സമ്പത്ത് നേടുക എന്നതാണ് ആശയമെന്നും അദ്ദേഹം പറയുന്നു. ഇതൊരു നല്ല മാർക്കറ്റിംഗ് ഐഡിയ അല്ലേ? ഇതൊരു മാർക്കറ്റിംഗ് ഐഡിയ എന്നതിലുപരി ഒരു കംപ്ലീറ്റ് അപ്രോച്ചാണ്. അതെങ്ങനെ? പലപ്പോഴും ആളുകൾ പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ മറക്കും. ശരിയാണ്. എന്നിട്ട് സമ്പാദിച്ച പണം മുഴുവൻ ചികിത്സയ്ക്ക് കൊടുക്കേണ്ടി വരും. അത് പലർക്കും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഉൽപ്പന്നം തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഈ 2 കാര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു. ഓക്കേ. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുന്നു. അതെ. അതേ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു. ആരോഗ്യവും സമ്പത്തും ഒരുമിച്ച്. അതാണ് ആശയം. അതുകൊണ്ടാണോ സംഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം വിഷ് യു വെൽത്ത് എന്ന് പറയുന്നത്? അതെ. ഹെൽത്തും വെൽത്തും ചേർന്ന ഒരു പുതിയ വാക്ക്. കൊള്ളാം. അതൊരു സാധാരണ ആശംസയല്ല.
ആ ബിസിനസിന്റെ ഫിലോസഫി മുഴുവൻ ആ ഒറ്റ വാക്കിലുണ്ട്. ആരോഗ്യവും സമ്പത്തും ഒരുമിക്കുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ വിജയമുണ്ടാവുന്നത്. അത് തനിക്ക് കിട്ടി, അത് മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത്. അപ്പോ വിജയ്കുമാർ മിശ്രയുടെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വ്യക്തവും ലളിതവുമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരവസരം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. അതെ, അതുതന്നെയാണ് പ്രധാന പോയിന്റ്. ഒരു കാറ്, വിദേശയാത്രകൾ, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം ഒരു ശരിയായ തീരുമാനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾ പറഞ്ഞതിനോടൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. എന്താണത്? അദ്ദേഹത്തിന്റെ കഥ ഒരു വ്യക്തിയുടെ വിജയമെന്നതിനേക്കാൾ ഒരു സിസ്റ്റത്തിന്റെ വിജയത്തെ കൂടിയാണ് കാണിക്കുന്നത്. ഒരു സിസ്റ്റത്തിന്റെ വിജയം? അതെ. വ്യക്തമായ ലക്ഷ്യങ്ങൾ, പെർഫോമൻസിന് കൃത്യമായ പ്രതിഫലം, മോട്ടിവേഷൻ തരുന്ന റിവാർഡുകൾ, ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള അവസരം, ഇതെല്ലാം ചേർന്ന് ഒരു ഈക്കോസിസ്റ്റമാണ് അദ്ദേഹത്തെ പോലുള്ളവരെ വളർത്തിയത്. ശരിയാണ്. അദ്ദേഹം ആ സിസ്റ്റത്തിൽ വിശ്വസിച്ചു. അതെ, അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. ഫലം നമ്മൾ കണ്ടു. ആ വിശ്വാസവും സിസ്റ്റവുമാണ് പ്രധാനം. അതെ. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നുണ്ട്. പ്രചോദനം നൽകുന്ന ഇത്തരം വിജയകഥകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ ഒരു കഥയും അതിന് പിന്നിലെ ബിസിനസ് മോഡലും തമ്മിൽ എങ്ങനെ വേർതിരിച്ചു കാണാൻ പറ്റും? അതൊരു നല്ല ചോദ്യമാണ്. ഒരവസരത്തിന്റെ വൈകാരികമായ ആകർഷണീയതയ്ക്കപ്പുറം അതിന്റെ ഘടനയും പ്രവർത്തന രീതിയും നിങ്ങൾക്ക് ചേർന്നതാണോ എന്നെങ്ങനെ വിലയിരുത്തും? ശരിയാണ്. ആ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു.